നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഉത്സവവും ഫെബ്രുവരി 5 മുതൽ 9 വരെ. ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം. 7 മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. സംവിധാനം ഗിരീഷ് നടുവത്ത്. ഫെബ്രുവരി 6-ാം തീയതി രാവിലെ 8 മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 6:30 കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി. 7 മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക. ഫെബ്രുവരി 7-ാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി. തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് പ്രസാദ ഊട്ട്. സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ. തുടർന്ന് കുംഭാട്ടം, കാവടിയാട്ടം. അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി. വൈകുന്നേരം 4 മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ, നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി. രാത്രി 9 മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി, കുചേലവൃത്തം. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ഡിവിഷനിലെ ഫോറസ്റ്റ് പരിധിയിലുള്ള അടിക്കാടുകൾ വെട്ടുകയും ഹാങ്ങിംഗ് ഫെൻസിംഗ് സംരക്ഷിച്ച് കാട്ടാന പോലെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കണമെന്നും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉദയം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾ നോർത്ത് DFO കാർത്തിക് IFSന് നിവേദനം നൽകി. ഉദയം റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ DFO കാണാൻ വേണ്ടി വന്നതാണ്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആയിരവല്ലി ഫോറസ്റ്റ് ഏരിയയിൽ 2 പൊക്കത്തിൽ അടിക്കാട് വളർന്നു നിൽക്കുകയാണ്. അതുകൂടാതെ അവിടെ ഹാങ്ങിങ് ഫെൻസിങ്ങിന് ചില സ്ഥലങ്ങളിൽ ഡാമേജുകൾ വന്നിട്ടുണ്ട്. തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 1-2 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഒരു അപകടം ആന കയറിയിട്ടോ മറ്റ് വൈൽഡ് ആനിമൽസിൻ്റെയോ ആക്രമണം ഏത് സമയത്തും സംഭവിക്കാം. കാരണം ആ അടിക്കാട്ടിൽ മൃഗങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ആളുകൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പം ആന നിന്നാൽ തന്നെ കാണില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അടിക്കാട് വെക്കുന്നതിനും അതുപോലെ തന്നെ സോളാർ ഫെൻസിങ്ങിൽ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിന് കേടുപാടുകൾ ഉടനടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസ് പെറ്റീഷനാണ് ഞങ്ങൾ കൊടുത്തത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് DFO ഉറപ്പു നൽകി. അസോസിയേഷൻ ഭാരവാഹികളായ സെക്രട്ടറി P. ജയകൃഷ്ണൻ, പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ, ഭാരവാഹികളായ PV സനൽകുമാർ, ഉമ്മഴി രവീന്ദ്രൻ, സംഗീത് കോവിലകത്തുമുറി എന്നിവർ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501 0493 122 1501.